Hello friends, welcome to Simply Health. ചീസും വൈറ്റ് സോസും ഇല്ലാണ്ട് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു പാസ്ത ഉണ്ടാക്കിയാലോ. സ്പാനകത്തോട്ട് 1 കപ്പ് പാസ്ത എടുക്കുക, 3 കപ്പ് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ പാസ്തയുടെ മുകളിൽ നിൽക്കണം വെള്ളം. കുറച്ച് ഉപ്പ് ചേർക്കുക, ഒരു 3-4 ഡ്രോപ്സ് ഓയിൽ ചേർക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് തിളപ്പിക്കാൻ വെക്കുക. കുറച്ച് ഹൈ ഫ്ലെയിമിൽ തിളപ്പിക്കുക. പിന്നെ നമ്മൾ നോക്കുക, ഭയങ്കര തിളച്ച് പോകാൻ പാടില്ല. കുറച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പാസ്ത ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഒരു റബ്ബറി ടെക്സ്ചർ ആയി കഴിയുമ്പോൾ നമ്മുടെ പാസ്ത കുക്ക്ഡായി. ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത വെള്ളത്തൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുക. നമ്മുടെ പാസ്തയ്ക്കുള്ള വീറ്റ് മാക്രോണി റെഡിയായി. ചാറെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ എടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് അതൊന്ന് കട്ട് ചെയ്ത് അതിനകത്തോട്ട് ഇടുക. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് തൈരാണ്. അതൊരു 3 ടേബിൾ സ്പൂൺ തൈര്, അത് അതിനകത്തോട്ട് ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കുരുമുളകും. ഇത്തിരി കൂടെ സ്പൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാം കുറച്ച്, പക്ഷെ ഞാൻ കുരുമുളകാണ് യൂസ് ചെയ്തതാണ്. ഇനി നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാണ് ഞാൻ പാസ്തയ്ക്ക് ചീസും വൈറ്റ് സോസിന് പകരം ഉപയോഗിച്ച ഇൻഗ്രീഡിയൻറ്റ്. നല്ല ക്രീമി ആയിട്ട് ഒരു ചീസിൻ്റെ അതേ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും നമുക്ക് ഈ ഐറ്റം ബ്ലെൻഡ് ചെയ്യുമ്പോൾ കിട്ടും. ഇതാണ് ഞാൻ പാസ്തയിലോട്ട് ചേർക്കുന്നത്. ഈ പാസ്തയുടെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഒരു കടായി എടുത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഓയിൽ, ഞാൻ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ വെച്ചു. അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ സവാള ഒന്ന് വേഗം കുക്കായി കിട്ടും. അതിനകത്തേക്ക് കുറച്ച് ഗാർലിക്, ഒരു 6 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കുരുമുളകും നോക്കി ഇടുക. കുരുമുളക് കുറച്ച്. അത് ഞാൻ എടുത്തേക്കുന്നത് 1 ക്യാരറ്റ്, അത് ഞാൻ സ്റ്റീം ചെയ്തെടുത്തേക്കുന്നത്. 1 ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ എടുത്തത് ബീൻസ് ഒരു 5-6 ബീൻസ്, അത് ബോയിൽ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ലാസ്റ്റ് നമ്മുടെ പാസ്ത, ആ വേവിച്ച പാസ്ത 1 കപ്പ് പാസ്ത, അതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ സോട്ട് ചെയ്യുക. ഇനി നമ്മൾ ചീസിന് പകരം എടുത്തു വെച്ചിരിക്കുന്ന ആ ക്രീമി സോസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് പാസ്ത ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് ചീസില്ല, അല്ലെങ്കിൽ വൈറ്റ് സോസിനുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല ക്രീമി പാസ്ത ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ചീസില്ലാത്തതിൻ്റെ ഒരു വിഷമമേ ഉണ്ടാവില്ല. ഇനി ഇതൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. കുറച്ച് ജാതിക്ക പൊടിച്ചത്, നല്ലപോലെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കുരുമുളകൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി എല്ലാം സെറ്റാണെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചീസ് ഇല്ലാത്ത, വൈറ്റ് സോസ് ഇല്ലാത്ത സോഫ്റ്റ് ആൻഡ് ക്രീമി പാസ്ത ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇത് കിഡ്സിനും അഡൾട്ട്സിനും ഒരുപോലെ ഇഷ്ടപ്പെടും. പിന്നെ എൻ്റെ 1.5 വയസ്സുള്ള മോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, എനിക്ക് വളരെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യും, ബിക്കോസ് ഇതിനകത്ത് ഒരു ജങ്ക് എലമെൻസും ഇല്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ സ്റ്റേ സിംപ്ലി ഹെൽത്തി.